പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 11-ാം ദിവസം 26-ാം തീയതി ഫെബ്രുവരി വ്യാഴാഴ്ച. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെ വാക്യങ്ങളിൽ പറയുന്ന യഥാർത്ഥ നിക്ഷേപത്തെക്കുറിച്ചും കണ്ണുകളുടെ ഉപയോഗത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് വിശുദ്ധ കുർബാനയിൽ സംസാരിക്കുന്നത്. യഥാർത്ഥ നിക്ഷേപത്തെക്കുറിച്ചും ആ നിക്ഷേപം നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴിയെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ നേടുന്ന സ്വത്തെല്ലാം സത്യത്തിൽ നമുക്കത് ഭാരവും ബാധ്യതയും മനസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന കാര്യവുമാണ് എന്ന് ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ നമുക്ക് പിടികിട്ടും. കാരണം സമ്പത്ത് നമ്മുടെ കയ്യിൽ ഒത്തിരി ഉള്ളപ്പോൾ അതെങ്ങനെ സൂക്ഷിക്കും, എങ്ങനെ അത് മറ്റാരും തട്ടിക്കൊണ്ടു പോകാതെ കാത്തു സംരക്ഷിക്കുമെന്നുള്ള ചിന്ത നമ്മളെ ആകുലപ്പെടുത്തും. മലയാളത്തിൽ വളരെ അർത്ഥവത്തായ 2 പദ്യവരികൾ ഇങ്ങനെയാണ്: കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചു കുടിൽ കത്രേ നിദ്രാസുഖം. കൊട്ടാരം എല്ലാ ഭൗതിക സമ്പത്തിൻ്റെയും എല്ലാ ഭൗതികമായ നേട്ടങ്ങളുടെയും സ്ഥലമാണ്. ആ കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു. ആ കൊട്ടാരത്തിലെ ആളുകൾക്ക് ഉറക്കമില്ല. അവർ ചിന്തിച്ചിരിക്കുന്നു, ഞാൻ ഉറങ്ങിയാൽ എൻ്റെ ഉറക്ക സമയത്ത് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുമോ. അവരതേക്കുറിച്ച് ഓർത്ത് മനസ്വസ്ഥത നഷ്ടപ്പെടുന്നു. എന്നാൽ കൊച്ചു കുടിൽ കത്രേ നിദ്രാസുഖം. കൊച്ചു കുടിലിൽ ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞ് അന്ന് കിട്ടിയ പണവുമായി വന്ന് ഭക്ഷണം കഴിച്ച് വീട്ടുകാരോടൊപ്പം സന്തോഷിച്ച് ഉറക്കം വരുമ്പോൾ വളരെ സ്വസ്ഥമായി ഗാഠനിദ്രയിലേക്ക് പോകുന്ന ഒരു മനുഷ്യന് തൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുമില്ല. അതുകൊണ്ടാണ് കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചുകുടിൽ കത്രേ നിദ്രാസുഖം എന്ന് പറയുന്നത്. എന്നാൽ കള്ളൻ തുറക്കാത്ത, ആർക്കും അപഹരിച്ചെടുക്കാൻ കഴിയാത്തത് നമ്മുടെ പുണ്യം എന്ന സമ്പത്താണ്, നമ്മുടെ പുണ്യമെന്ന ധനമാണ്. നമ്മളതേക്കുറിച്ച് നല്ലൊരു ഉദാഹരണം കാണുന്ന മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിലാണ്. 10 കന്യകമാരുടെ ഉപമ പറയുമ്പോൾ 10 കന്യകമാർ എല്ലാവരും വിളക്കെടുത്തു. അതിൽ 5 പേര് മാത്രം കയ്യിൽ കൂടുതലായി എണ്ണ കരുതുകയും ചെയ്തു. വിവേകശൂന്യരായ കന്യകമാർ തങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്ന അവസരത്തിൽ കൂടെയുള്ളവരോട് ചോദിച്ചു, നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. അവർ പറഞ്ഞു, ഇത് ഷെയർ ചെയ്യപ്പെടാൻ പറ്റാത്ത എണ്ണയാണ്. ഇത് ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടെ മതിയാകാതെ വരുന്ന കാര്യമാണ്. ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ്, ഞങ്ങൾ മാത്രം സമ്പാദിച്ചതാണ്. ഞങ്ങളുടെ ഈ എണ്ണ, ഞങ്ങളുടെ കയ്യിലുള്ള ഈ ധനം ഞങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ല. അത് ആത്മീയമായ അർത്ഥത്തിൽ നമുക്കറിയാം, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുണ്യമാണ്. നമ്മൾ ഭക്താനുഷ്ഠാനങ്ങളിലൂടെ, നല്ല മനസ്സിലൂടെ, ആത്മീയ ജീവിതത്തിലൂടെ, പരോപകാരങ്ങളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ എല്ലാം നേടിയെടുക്കുന്ന ആ പുണ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ധനം. ആ പുണ്യമെന്ന സമ്പത്താണ് നമ്മൾ മടി കൂടാതെ അധ്വാനിച്ച് ഈ ഭൂമിയിൽ സ്വരുക്കൂട്ടി വയ്ക്കേണ്ടത്. ഈശോ തുടർന്ന് പറയുന്നത് കണ്ണുകളുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. ഈ വിശുദ്ധി കളയാൻ ഈ ഭൂമിയിലുള്ള ആർക്കും പറ്റില്ല, പക്ഷെ പിശാചിന് സാധിക്കും. എങ്ങനെയാണ്? അത് നമ്മുടെ കണ്ണുകളെ മോശമായി ഉപയോഗിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ കണ്ണുകൾ ദുരുപയോഗിക്കുന്നതിലൂടെ, അരുതാത്തത് കാണുന്നതിലൂടെ. ദൈവം നമുക്ക് കണ്ണുകൾ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ കൺപോളകൾ കൂടി സൃഷ്ടിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാൻ നമ്മളെ ഓർമ്മിപ്പിച്ച കാര്യം നമ്മൾ മറന്ന് കണ്ണ് തുറന്നിരുന്ന് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കണ്ട് കണ്ണുകളെ ദുരുപയോഗിക്കുമ്പോൾ ആ കണ്ണുകൾ അത് പിന്നീട് കണ്ട കാഴ്ചകൾ അത് ആഗ്രഹങ്ങളായി ഹൃദയത്തിലേക്ക് ചെന്നെത്തുന്നു. നമ്മൾ നേരത്തെ സമ്പാദിച്ചു വച്ച ഹൃദയത്തിലുള്ള വിശുദ്ധി, പുണ്യം, അത് ഈ കണ്ണുകളുടെ ദുരുപയോഗത്തിലൂടെ നമ്മുടെ ഉള്ളിലെ വിശുദ്ധി നഷ്ടപ്പെടാൻ ഇടയാകും. ഈ ഭൂമിയിലെ ആർക്കും നമ്മുടെ വിശുദ്ധിയും പുണ്യവും നഷ്ടപ്പെടുത്താൻ പറ്റില്ലെങ്കിലും മറ്റുള്ളവരിലൂടെ, നമ്മൾ കാണുന്ന ആവശ്യമില്ലാത്ത കാഴ്ചകളിലൂടെ, നമ്മുടെ കണ്ണുകളിലൂടെ തിന്മ, പിശാച് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും പുണ്യവും നഷ്ടപ്പെടുത്താൻ ഇടയാകും. തിന്മകളിലേക്ക് ആസക്തിയോടെ നോക്കിയിരുന്ന കണ്ണുകൾ കൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് ആഗ്രഹത്തോടെ വിശുദ്ധ കുർബാനയിലെ ഈശോയിലേക്ക് നോക്കിയിരിക്കാം. അങ്ങനെ കണ്ണുകൾ കൊണ്ട് ചെയ്ത തിന്മകൾക്ക് കണ്ണുകൾ കൊണ്ട് തന്നെ പരിഹാരം ചെയ്യാനും നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ കുർബാനയിൽ കൂടുതലായി പങ്കെടുക്കുമ്പോൾ
പ്രാർത്ഥനാപൂർവ്വം ഈശോയെ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ ഈശോയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ, ഈശോയുടെ തിരുവചനങ്ങളിലേക്ക് ശ്രദ്ധയോടെ കണ്ണുകൾ പതിപ്പിക്കുമ്പോഴെല്ലാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് നമുക്ക് കണ്ണുകൊണ്ട് തന്നെ പരിഹാരം ചെയ്യാനുള്ള വഴിയാണ് തിരുസഭ ഒരുക്കുന്നത്. ഈ ആത്മീയ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ കണ്ണുകളെ, കാഴ്ചകളെ, അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ വികാരങ്ങളെ, ആഗ്രഹങ്ങളെ എല്ലാം വിശുദ്ധമാക്കാം. അങ്ങനെ കണ്ണുകളും ഹൃദയവും നമുക്ക് ദൈവത്തിനായി സമർപ്പിക്കാം. ജീവിതം അനുഗ്രഹമാക്കി മാറ്റാം.